അജി, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഖത്തർ ഡയറക്റ്റ് ഒരു മധ്യസ്ഥരല്ല. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഖത്തർ എന്നാൽ മേഖലയിലെ സമാധാനം ഉറപ്പാക്കുന്നതിനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഖത്തർ എല്ലായ്പ്പോഴും ഒരു മധ്യസ്ഥ ശ്രമങ്ങളുമായി എത്താറുമുണ്ട്. ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവ റിയാക്ടറുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ഇറാനുമായി ഡയറക്റ്റ് സംസാരിക്കുന്നതിനും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് എത്തും മുമ്പ് ഇറാനുമായി സംസാരിക്കുന്നതിന് ഒരു മധ്യസ്ഥർ വേണമായിരുന്നു. അതിനുവേണ്ടി ഖത്തറിനെ സമീപിക്കുകയും ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് പ്രഖ്യാപിച്ച രീതിയിലുള്ള ഒരു വെടിനിർത്തൽ അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു നെഗോഷിയേഷൻ ഖത്തർ നടത്തിയതായിട്ട് നമുക്കറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മറിച്ച് അമേരിക്ക വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശം ഇറാനുമായി സംസാരിക്കുന്നു, അക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് വാങ്ങിയെടുക്കുന്നു എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നേരത്തെ തന്നെ രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു സമയക്രമത്തിന് ശേഷവും ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിക്കുന്നുണ്ടായിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം 6 മണിക്കൂറിനകം എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കും, പിന്നീട് ആദ്യം ഇറാൻ വെടിനിർത്തൽ തുടങ്ങും എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ട് വെടിനിർത്തൽ പൂർണ്ണമാവുകയും സമാധാനത്തിലേക്ക് 12 ദിവസത്തെ ഒരു ആക്രമണം യുദ്ധത്തിന് അവസാനം കുറിക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷെ ആ പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ ആ ഒരു സമയക്രമത്തിൽ തുടക്കം മുതൽ ലംഘനം ഉണ്ടാകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഇറാനിന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു, ഇറാനിൽ ശക്തമായ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. അതായത് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയ ശേഷവും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും പിന്നീട് ഇപ്പോ ഏറ്റവും പുറത്തു വരുന്ന കാര്യം വെടിനിർത്തൽ അംഗീകരിച്ചതിന് ശേഷവും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു കമന്റ് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു പ്രസ്താവന അവർ ഇറക്കിയിട്ടില്ല. അജു.